മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ റൊമാൻറ്റിക് ഏജ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, നമുക്കറിയാം റൊമാൻറ്റിക് ഏജ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ആരംഭിക്കുന്നു, എങ്ങനെയാണ് ആരംഭിച്ചത്, റൊമാൻറ്റിക് ഏജിന്റെ പ്രത്യേകതകൾ എല്ലാം നമ്മൾ രണ്ടാമത്തെ അല്ലെ മുൻപുള്ള ലെസണുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു പാഠത്തെ നമ്മൾ കുറച്ചൊരു ബ്രീഫ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ആരാണ് പോയറ്റ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ആക്ച്വലി 18ാം നൂറ്റാണ്ടിന്റെയും അതായത് 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തും 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിട്ടാണ് നമുക്ക് ഈ റൊമാൻറ്റിക് ഏജ് കണ്ടുവരുന്നത്. മനസ്സിലായല്ലോ? ഈ റൊമാൻറ്റിക് ഏജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ആർട്ടിസ്റ്റുകൾ അഥവാ പോയറ്റ്സ് ഒക്കെ പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റിക് മോഡിലോട്ട് മാറുകയാണ് ചെയ്തത്. അതായത് റൊമാൻറ്റിക് എന്ന് പറഞ്ഞ ആ ഒരു തീമിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരും എഴുതാൻ തുടങ്ങി. എന്താണ് ഈ റൊമാൻറ്റിക്? ഈ റൊമാൻറ്റിസിസം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലവ്. ഓക്കെ, ആരോടുള്ള ലവ്? നേച്ചർ, പ്രകൃതിയോടുള്ള ലവ്. അതേപോലെ തന്നെ ഫീലിങ്സ്. ഓക്കെ, ഒരാളുടെ ഫീലിങ്സ്, അതിനെ കുറിച്ച് ഡെപിക്റ്റ് ചെയ്യുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെയാണ് ഇവിടെ ഇങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീമുകളാണ് റൊമാൻറ്റിക് ഏജിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു കാലത്തിലെ പോയറ്റ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഒരാളുടെ ഇമോഷൻസിനും അതേപോലെ തന്നെ ഒരാളുടെ ഇമാജിനേഷനും അതേപോലെ തന്നെ പ്രകൃതിയോടുള്ള ആ ഒരു പ്രകൃതി ഭംഗിയെയും ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വർണ്ണിച്ചു കൊണ്ടുപോയത്. ഓക്കെ, ഇങ്ങനെ ഈ വർണ്ണനയിലൂടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ആക്ച്വലി റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സ് ചെയ്തത്. മനസ്സിലായല്ലോ? അതായത് വലിയ വലിയ സംഭവങ്ങൾ, ഇപ്പൊ ഹീറോയിക് കൗപ്ലറ്റ് അല്ലെങ്കിൽ ഐഡിയോളജി ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്കിനൊന്നും എല്ലാം ഇങ്ങനെ പതിയെ എന്തായി ഇമോഷണൽ ആയി അല്ലെ, നേച്ചർ ബ്യൂട്ടി ആയി, ഒരാളുടെ ഫീലിങ്സിനെ കുറിച്ച് എഴുത്തായി, അങ്ങനെ ഭയങ്കര സൗമ്യമായ രീതിയിൽ ഭയങ്കര റൊമാൻറ്റിസം അങ്ങനെ ഇങ്ങനെ ഉദിച്ചു കാണാൻ സാധിക്കുന്ന കുറെ വർക്കുകളാണ് ഈ ഒരു കാലഘട്ടത്തിലെ പോയറ്റ്സ് എന്ത് ചെയ്തത്, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കാനുള്ളത് റൊമാൻറ്റിക് പീരിയഡിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാം, ഇറ്റ് ഈസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ നിയോ ക്ലാസ്. ഓക്കെ, അതായത് നിയോ ക്ലാസിക്കൽ പോയട്രി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ലോജിക്കും റീസണും ഇത്തരത്തിലുള്ള ലോജിക് മൈൻഡും ലോജിക് തിങ്കിങ്ങും ഇതൊക്കെയായിരുന്നു നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അതിനെയൊക്കെ തന്നെ എതിർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു അവരതൊന്നും വേണ്ട അല്ലെങ്കിൽ ആ ഒരു തിയറി എതിർത്തുകൊണ്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു റൊമാൻറ്റിക് ഏജിലെ ഓരോ പോയറ്റ്സിനും ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് നോക്കാം, ജോൺ കീറ്റ്സിന്റെ എൻഡിമിയോൺ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നമുക്ക് കാണാൻ സാധിക്കും നിയോ ക്ലാസിസിസം എന്ന് പറഞ്ഞതിന് പൂർണ്ണമായിട്ടും എതിർക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു വർക്ക്, ജോൺ കീറ്റ്സിന്റെ ഈ വർക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം, മറ്റൊരു പ്രത്യേകതയാണ് എംഫസിസ് ഓൺ ഇമാജിനേഷൻ. അതായത് ഇമാജിനേഷനെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരുന്നു എഴുത്തുകൊണ്ട്. അതായത് നമുക്ക് നോക്കാം, ഈ കാലഘട്ടത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പോയമാണ് കുബ്ല ഖാൻ എന്ന് പറഞ്ഞ പോയം. ഈ പോയംസിൽ ഒരുപാട് ഇമാജിനറി സെഗ്മെന്റ്സും അതേപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സും ഒക്കെ നമുക്ക് കാണാം. ഇനി മറ്റൊന്നാണ് റെപ്രസെന്റേഷൻ ഓഫ് നേച്ചർ അല്ലെ, അതായത് നേച്ചർ, പ്രകൃതി ഭംഗിയെ ഒരുപാട് അങ്ങോട്ട് വർണ്ണിച്ച് എഴുതുക എന്നതും ഈ റൊമാൻറ്റിക് ഏജിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി വാൾട്ടർ സ്കോട്ടിന്റെ ഒരു നോവലാണ് റോബ് റോയ് എന്ന് പറയുന്ന ഒരു നോവൽ. ഈ നോവലിൽ സ്കോട്ട്ലാൻഡിന്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഒരുപാടധികം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേച്ചർ ബ്യൂട്ടിയും റൊമാൻറ്റിക് പോയറ്റ്സിന്റെ ഒരു പ്രത്യേകത ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം സിഗ്നിഫിക്കൻസ് ഓഫ് ഇമോഷൻസ്. ഒരാളുടെ ഇമോഷൻസ്, ഒരു വ്യക്തിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ
ഇമോഷൻസ്. അങ്ങനെ ഇമോഷൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യം അല്ലെങ്കിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരുന്നു എന്ത് ചെയ്തത്, എഴുതിയിരുന്നത്. റൊമാൻറ്റിക് പോയറ്റ്സ് ഒക്കെ അത്തരത്തിലൊരു അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻഡിവിജ്വാലിറ്റി. എന്താ ഇൻഡിവിജ്വാലിറ്റി? അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഇമോഷണൽ പെർസ്പെക്റ്റീവ്സിനും അതേപോലെ തന്നെ ആ ഇൻഡിവിജ്വലിന്റെ തന്നെ ഇറാഷണൽ അങ്ങനെയുള്ള തീംസിനെ ഒക്കെ തന്നെ എന്ത് കൊടുത്തിരുന്നു, റൊമാൻറ്റിക് പോയറ്റ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മാത്രമല്ല അത് എവറിഡേ ആൻഡ് എക്സോട്ടിക്. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമുക്കറിയാം ജോൺ കീറ്റ്സിന്റെ മറ്റൊരു പോയമാണ് ദി ഓഡ് ടു എ നൈറ്റിംഗേൽ എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാം നൈറ്റിംഗേൽ ദിവസവും ഇങ്ങനെ രാത്രി വന്ന് ഇങ്ങനെ പാടും. ആ പാട്ടുകൾ എന്ത് ചെയ്യും, ശ്രദ്ധിച്ച് കേൾക്കും ഈ പോയറ്റ്. സോ ഇത്തരത്തിലുള്ള എവറിഡേ കാര്യങ്ങൾ ഒക്കെ എല്ലാ ദിനം പ്രതി നടക്കുന്ന ഇത്തരത്തിൽ ഭംഗിയേറിയ കാര്യങ്ങളും ഈ റൊമാൻറ്റിക് കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു കുബ്ല ഖാൻ എന്ന് പറഞ്ഞ പോയത്തിലൊക്കെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒരുപാട് കാണാം. ഇതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പോയംസിലും ഇതുപോലെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള തീമുകൾ അഥവാ എലമെന്റ്സുകൾ നമുക്ക് ഒരുപാട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതും എന്താണ് റൊമാൻറ്റിക് ഏജിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്കിനി റൊമാൻറ്റിക് പീരിയഡിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് നമ്മൾ ആരെയൊക്കെയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വില്യം വേർഡ്സ്വർത്തിനെയാണ് നമ്മൾ അത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, റൊമാൻറ്റിക് പോയറ്റ് ആണ് ആര്? വില്യം വേർഡ്സ്വർത്ത്. ഇദ്ദേഹം 1770 മുതൽ 1750 വരെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വർക്ക്സുകൾ നമ്മൾ എന്താ ഈ റൊമാൻറ്റിക് ഏജിന്റെ ഒരു നാഴികക്കല്ലായി മാറിയിട്ടുണ്ട്. വില്യം വേർഡ്സ്വർത്തിന്റെ ഒരുപാട് വർക്ക്സുകൾ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഇതിൽ മറ്റൊരാളെ കുറിച്ച് പറയാം, സാമുവൽ ടൈലർ കോൾറിഡ്ജ്. അതായത് ST കോൾറിഡ്ജ് നമ്മൾ എന്താ ഷോർട്ട് ഫോമിലാക്കി പറയും. ഇദ്ദേഹമാണ് ആക്ച്വലി ലിറിക്കൽ ബലാഡ്സ്, അതായത് 1798 ഇദ്ദേഹം ലിറിക്കൽ ബലാഡ്സ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി എന്താണ് ആ ലിറിക്കൽ ബലാഡ്സിൽ റൊമാൻറ്റിസിസത്തിന്റെ ഒരുപാട് എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ റൊമാൻറ്റിസിസത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ലിറിക്കൽ ബലാഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ അതായത് ST കോൾറിഡ്ജിന്റെ എല്ലാ കവിതകളിലും റൊമാൻറ്റിസിസത്തിന്റെ കീ പോയിന്റ്സ് ആയിട്ടുള്ള ലിബർട്ടി, അതേപോലെ തന്നെ ബാക്കിയുള്ള ഐഡിയലിസം, അതുപോലെ ലിറിക്കൽ ലാംഗ്വേജ്, ഇതെല്ലാം നമുക്ക് ഇദ്ദേഹത്തിന്റെ പോയംസിലും വർക്കിലും നമുക്ക് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ആര്, അതായത് റോബർട്ട് സൗത്തി. ആരാണ്? റോബർട്ട് സൗത്തി. ഈ റോബർട്ട് സൗത്തി എന്ന് പറഞ്ഞ ഇദ്ദേഹം 1774 മുതൽ 1743 വരെ ജീവിച്ചിരുന്ന ഒരു റൊമാൻറ്റിക് പോയറ്റ് ആണ് ആര്, റോബർട്ട് സൗത്തി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് വർക്ക്സുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, മെഡോക്ക്, അതേപോലെ തന്നെ ദി കേഴ്സ് ഓഫ് കിഹുമ, അതേപോലെ തന്നെ റോഡ്രിക് ദി ലാസ്റ്റ് ഓഫ് ദി ഗോഡ്സ്, ഇത്തരത്തിൽ ഒരുപാട് വർക്കുകൾ ഇദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, 3 പോയറ്റ്സുകൾ ചേർന്നാലാണ് നമ്മൾ ലേക്ക് പോയറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആരാണ് ആ 3 പോയറ്റ്സ്? നമുക്ക് നോക്കാം, വില്യം വേർഡ്സ്വർത്ത്, അതേപോലെ തന്നെ ST കോൾറിഡ്ജ്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, അതേപോലെ തന്നെ ഈ സൗത്തി. ആരാണ്? റോബർട്ട് സൗത്തി. ഈ 3 പേര് ചേർന്നതിന് ഈ 3 പേരും ഏകദേശം ഒരേ ലൈനാണ്. ഓക്കെ, റൊമാൻറ്റിക്, അതായത് ഇവരുടെ സ്റ്റൈൽ, റൈറ്റിംഗ് സ്റ്റൈൽ ഏകദേശം എന്താ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവരെ 3 പേരെയും ഈ ട്രയോ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ലേക്ക് പോയറ്റ്സ് എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. ഓക്കെ, എക്സാമിന് ചോദിക്കും ലേക്ക് പോയറ്റ്സ് എന്ന് ആരെയാണ് വിളിക്കുന്നത്? വില്യം വേർഡ്സ്വർത്ത്, അതേപോലെ തന്നെ ST കോൾറിഡ്ജ്, മാത്രമല്ല റോബർട്ട് സൗത്തി. ഇവർ 3 പേരും ഈ ട്രയോ ഗ്രൂപ്പ് ചേർന്നാലാണ് ആരുണ്ടാകുന്നത്? ലേക്ക് പോയറ്റ്സ് എന്ന് നമ്മൾ ഇവരെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവരെയൊന്നും കൂടാതെ തന്നെ ഒരുപാട് പോയറ്റ്സുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിലെ കുറച്ച് പേരെ കൂടി നമുക്ക് നോക്കാം. അതായത് പേഴ്സി ബിഷി ഷെല്ലി. ഓക്കെ, ആരാ പേഴ്സി ബിഷി ഷെല്ലി? ആരാ? ചിലപ്പോ അങ്ങനെ പറഞ്ഞറിയില്ല, PB ഷെല്ലി അല്ലെ? ആരാ? PB ഷെല്ലി. എന്താ? ഓഡ് ടു ദി വെസ്റ്റ് വിൻഡ് അല്ലെ? നമുക്കറിയാം ഇവരുടെ ഒരുപാട് പോയംസ്. PB ഷെല്ലിയാണ് യഥാർത്ഥത്തിൽ എന്താ നമ്മൾ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തു പോകുന്ന ഒരു പോയറ്റ് ആണ് ആര്? PB ഷെല്ലി എന്ന് പറയുന്നത്. അത്രയും ഇമാജിനേറ്റീവ് കണ്ടന്റ്സും നാച്ചുറൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീംസ് ഒക്കെ ഒരുപാട് എടുത്തെഴുതിയ ഒരു വ്യക്തിയാണ് ആര്? PB ഷെല്ലി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം, ഇവരെ ആരെയും കൂടാതെ തന്നെ ഇനിയും ഇഷ്ടം പോലെ ആരുണ്ട്?
പോയറ്റ്സുകളുണ്ട്. അതിൽ നമുക്കറിയാം തോമസ് മോർ, അതേപോലെ തന്നെ തോമസ് ക്യാമ്പൽ, മാത്രമല്ല സാമുവൽ റോഗേഴ്സ്, ആൻഡ് ദെൻ ജെയിംസ് ഹോഗ്, അതേപോലെ തന്നെ ഫിലിക്ക ഹെമാൻസ്, ആൻഡ് ദെൻ ജോൺ ക്ലെയർ. ഇത്രയും പേരും, ഇതിൽ കവിഞ്ഞ ഒരുപാട് പേരും റൊമാൻറ്റിക് ഏജിന്റെ പോയറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ക് കൂട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു ഭാഗം നോക്കാം. അതായത് ഈ ഒരു കാലഘട്ടത്ത് ഗോത്തിക് നോവൽസ് ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്താണ് ഈ ഗോത്തിക് നോവൽസ്? ഗോത്തിക് നോവൽസിൽ എപ്പോഴും സൂപ്പർ നാച്ചുറലിസം എടുത്തു കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നോവലാണ് ഏത്, ഈ ഗോത്തിക് നോവൽ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ആരുണ്ട്, ഒരു മന്ത്രവാദിനി ഉണ്ടാവും അല്ലെ, ഒരു ഇരുണ്ട കാട് ഉണ്ടാവും, ഒരു വലിയൊരു കാസ്റ്റൽ ഉണ്ടാവും. ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത നോവൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗോത്തിക് നോവൽസ് എന്ന് പറയുന്നത്. ഈ ഗോത്തിക് നോവൽസും എന്താണ്, നമ്മുടെ റൊമാൻറ്റിക് ഏജിന്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഏജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആയിട്ടാണ് നമ്മളിവിടെ കണക്കൂട്ടുന്നത്. മനസ്സിലായല്ലോ? ഇത്രയുള്ള ഒരുപാട് പോയിറ്റ്സുകൾ ഉണ്ട് ആക്ച്വലി റൊമാൻറ്റിക് ഏജ് എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ അതിൽ പ്രധാനപ്പെട്ട പോയിറ്റ്സുകളെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് റൊമാൻറ്റിക് ഏജിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, റൊമാൻറ്റിക് ഏജ് പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. ആൻഡ് ദെൻ നന്നായി വായിച്ച് 2-3 തവണയും വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നമുക്കിനി ഞാൻ പഠിപ്പിച്ചൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെ ബൈ ആൻഡ് താങ്ക് യു.